In a world where challenges often define the entrepreneurial landscape, a remarkable group of visionaries emerges: women entrepreneurs. Within the cultural tapestry of Thrissur, a compelling saga unfolds. The unfold story of woman entrepreneur Sumila Jayaraj. എൻ്റെ പേര് സുമില ജയരാജ്. ഗ്രീനോറ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് യൂണിറ്റാണ് റൺ ചെയ്യുന്നത്. നമ്മുടെ പാരമ്പര്യവും പൈതൃകവുമായ നാളികേരത്തിൽ നിന്നുള്ള വിവിധ പ്രോഡക്റ്റ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്, ചാവക്കാട് താലൂക്കിൽ ഏങ്ങണ്ടിയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മൾ ഈ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നുപെട്ടത്. പഠിച്ചത് BSc സുവോളജി ആയിരുന്നു ഡിഗ്രിക്ക്. അതിനുശേഷം MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തു. അതിനുശേഷം എക്സാം കഴിഞ്ഞ വഴിക്ക് റിസൾട്ട് അറിയുന്നതിന് മുമ്പായിട്ട് കല്യാണം കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ബോംബെയിലായിരുന്നു. അങ്ങനെ ബോംബെയിൽ സെറ്റിൽഡായി. ഒരു 6 വർഷത്തിന് ശേഷമാണ് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലാണ് വർക്ക് ചെയ്തിരുന്നത്. നാട്ടിൽ വന്ന് വീട് വെച്ചതിന് ശേഷം കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കരമായിട്ട് ബോറടിച്ചു. അപ്പോൾ ഹസ്ബൻഡ് വെക്കേഷന് വരുന്നത് വരെയുള്ളൊരു ടൈം പാസ് എന്നുള്ള നിലയിലാണ് ഞാൻ അവിടെ അടുത്ത് പുതിയതായി തുടങ്ങിയ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ യൂണിറ്റിൽ ഒരു മാനേജർ പോസ്റ്റിൽ കയറിയത്. ആക്ച്വലി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല വെർജിൻ കോക്കനട്ട് ഓയിൽ എന്താണെന്നോ. ഇങ്ങനത്തെ ഒരു പ്രോഡക്ട്സിനെ പറ്റി യാതൊരു അറിവില്ലാതെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടുത്തെ കോൾസൊക്കെ ഞാനാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡും ഒക്കെ ആയിട്ട് ഒരു ടൈപ്പ് ഉള്ളതായതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന കോൾസൊക്കെ ഒരു ജെനുവിൻ എൻക്വയറി വരികയാണെങ്കിൽ അവർ ആദ്യം കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിലാണ് അന്വേഷിക്കുക. അപ്പോൾ അവിടെ നിന്ന് വരുന്ന കോൾസിൽ നിന്നൊക്കെയാണ് ഇതെനിക്കൊരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അപ്പോൾ ആ കോൾസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്തിരുന്നത്, മെയിൽ അയച്ചിരുന്നതൊക്കെ. അങ്ങനെ കൂടുതൽ അറിയും തോറും ഈ പ്രോഡക്റ്റിനോട് എനിക്ക് വല്ലാത്തൊരു പാഷനായി. ഫസ്റ്റ് എക്സ്പോർട്ട് ഓർഡർ ആ കമ്പനിയിൽ ഞാനാണ് ചെയ്തത്. വയേർഡ് മണി എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ കിട്ടിയപ്പോഴാണ് ആക്ച്വലി കമ്പനിയിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞത്. അത് ആ കമ്പനിയിലത്തെ ഫസ്റ്റ് എക്സ്പോർട്ട് ഓർഡർ ആയിരുന്നു. ലണ്ടനിൽ നിന്നായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. പിന്നെ അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് US-ലേക്ക്, ന്യൂസിലാൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, അങ്ങനെ നമുക്ക് പല എക്സ്പോർട്ട് ഓർഡേഴ്സും കിട്ടിയിരുന്നു. 2021 ഗ്രീനോറ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ബ്രാൻഡ് നെയിമാണ് ഗ്രീൻ നട്ട്സ്. ഇവിടുത്തെ നമ്മുടെ കീ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്കാണ്. ഒരു കുക്കിങ്ങിലെ ഈവൻ ഒരു പായസം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. തേങ്ങ പൊളിക്കണം, ചിരവണം, അത് പാലെടുക്കണം. ഇതെല്ലാം ഒറ്റ പാക്കറ്റ് പൊട്ടിക്കുന്നതിലൂടെ നമുക്ക് കഴിയാണ് നമ്മളുടെ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇത് ഡബിൾ പാസ്ചറൈസേഷനാണ് ഇതിൻ്റെ മെത്തേഡ്. ഇത് നമുക്ക് വെജ് കറീസിലും നോൺ വെജിലും, ഫിഷ് കറി, ചിക്കൻ കറി, അതുപോലെ വെജിറ്റബിൾ സ്റ്റ്യൂ, പായസം, ഡെസേർട്ട്സ്, പുഡിംഗ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇത് വാങ്ങിക്കുന്നത് കാറ്ററിംഗ് ആൾക്കാരാണ്. അതുപോലെ കുറച്ച് സൂപ്പർ മാർക്കറ്റ്സിലുണ്ട്. പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ പേരിലും, അല്ലാതെ നമ്മളുടെ നിന്ന് വാങ്ങിച്ചിട്ട് കോബ്രാൻഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇത് വാങ്ങിച്ചിട്ട് ഇതൊരു റോ മെറ്റീരിയലായിട്ട് ഇതിൽ നിന്ന് വേറെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ക്യൂബ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കോഷർ സർട്ടിഫൈഡാണ്, ISO സർട്ടിഫൈഡാണ്. അതുപോലെ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോഡിയിൽ നിന്ന് കോക്കനട്ട് വാട്ടർ വിനെഗറിന് നമ്മൾ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. മൈസൂർ CFTRI എന്നുള്ള ടെക്നോളജിയാണ് വെർജിൻ കോക്കനട്ട് ഓയിലിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നോഹൗ ഫ്രം CFTRI മൈസൂർ. പിന്നത്തെ നമ്മുടെ പ്രോഡക്റ്റാണ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. അതായത് കോക്കനട്ട് മിൽക്കിൽ നിന്ന് യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിലാണത്. നമ്മുടെ പിന്നത്തെ പ്രോഡക്റ്റാണ് തേങ്ങ വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന വിനാഗിരി, കോക്കനട്ട് വാട്ടർ വിനെഗർ. പിന്നെ കോക്കനട്ട് ചട്നി, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, ഹൈ ഫാറ്റും ഉണ്ട്, ലോ ഫാറ്റും നമ്മുടെ ഇതിൽ ലഭിക്കുന്നതാണ്. അതുപോലെ സാമ്പാർ പൗഡർ, അതായത് കോക്കനട്ട് ബേസ് ചെയ്തിട്ടുള്ള സാമ്പാർ പൗഡർ, കറി പൗഡർ ഉണ്ട്, ഹെയർ ക്രീം, അതുപോലെ തന്നെ ഫേസ് ക്രീമുണ്ട്, പിന്നെ ബോഡി ക്രീം, അങ്ങനെ കോസ്മെറ്റിക് ഐറ്റംസിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. R&D ചെയ്തിട്ട് കൂടുതൽ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ സെലക്ഷൻ ഓഫ് കോക്കനട്ട്സ് ആണ്.
11 മാസം മൂപ്പുള്ള നല്ല നാളികേരമാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. വെള്ളം ഉള്ള 11 മാസം മൂപ്പുള്ള നല്ല നാളികേരം. അതിൽ നിന്ന് ആദ്യം ചെയ്യുന്നത് അതിൻ്റെ തേങ്ങ പൊളിച്ചതിന് ശേഷം അതിൻ്റെ ചിരട്ട നമ്മൾ പൊട്ടിച്ച് കളയുന്നു. ചിരട്ട പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ ടെസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യും. ആ ടെസ്റ്റ് റിമൂവ് ചെയ്തിട്ട് പിന്നെ കോക്കനട്ട് പീസസ് ആക്കിയിട്ട് നമ്മൾ 2 പ്രാവശ്യം ടാപ്പ് വാട്ടറിലും അതിന് ശേഷം നമ്മൾ ബോയിൽഡ് വാട്ടറിലും വാഷ് ചെയ്യുന്നു. ഈ വാഷ് ചെയ്ത കോക്കനട്ട് പീസസാണ് നമ്മൾ ഡിസെൻറ്റിഗ്രേറ്ററിൽ ഇട്ടിട്ട് പൊടിക്കും. അതിന് ശേഷം നമ്മളത് ഡബിൾ സ്ക്രൂ പ്രസ്സിലിട്ടിട്ട് പാല് പിഴിഞ്ഞെടുക്കുന്നു. ഈ 2 പ്രോസസ്സ് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലിനും അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്കിനും സെയിം ആണ്. വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ ഈ പാലെടുത്തിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂജ് മെഷീനിൽ വെച്ചിട്ട് വേർതിരിച്ചെടുക്കുന്നത്, ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. അതിന് കോക്കനട്ട് മിൽക്കിനാണെങ്കിൽ നമ്മൾ ആ മിൽക്ക് എടുത്തിട്ട് അത് നമ്മളതിന് ഡബിൾ പാസ്ചറൈസേഷൻ മെത്തേഡ് ചെയ്യുന്നത് ഒരു ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ മെഷീനിൽ വെച്ചിട്ടാണ്. പാക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഓട്ടോക്ലേവിൽ വെക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് 114 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കയറ്റിയിട്ട് അതിന് ശേഷം പെട്ടെന്ന് തണുപ്പിച്ചിട്ടാണ് നമ്മളിത് പാസ്ചറൈസ് ചെയ്തെടുക്കുന്നത്. ഇത് റിറ്റോർട്ട് ടെക്നോളജി എന്ന് പറയും ഇതിന്. അതിനുശേഷം നമ്മളതിനെ തുടച്ചതിന് ശേഷം വൃത്തിയായിട്ട് കാർട്ടൺ ബോക്സിൽ പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഒരു നോവൽ എഴുതാനുള്ള അനുഭവമുണ്ട് എനിക്കിത്. സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഈ ലെവൽ വരെ എത്തിയതിനുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലരുടെയും സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നിർത്തണമെന്ന് തോന്നിയിട്ടില്ലെങ്കിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് നിർത്തിക്കൂടെ, എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നെന്ന്. ഈവൻ ബാങ്ക് മാനേജർ വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ മാഡം ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഹസ്ബൻഡിൻ്റെ ജോലിയില്ല, പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോയെന്ന്. അദ്ദേഹം കുറേ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്മയും പറയുമായിരുന്നു എന്തിനാ നീ ഇത്ര കഷ്ടപ്പെടുന്നത്. പക്ഷേ എനിക്കതൊരിക്കലും നിർത്തണമെന്ന് തോന്നിയിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ സക്സസ് ഈസ് നോട്ട് ആക്സിഡൻ്റൽ. നമുക്ക് അറിയാം ബിഹൈൻഡ് ദ കർട്ടൻ ഹാർഡ് വർക്ക്, പെർസീവിയറൻസ്, അതുപോലെ സ്റ്റഡിയിങ്, ലേണിംഗ്, എല്ലാറ്റിനുപരിയായിട്ട് ലവ് ഫോർ വാട്ട് വി ആർ ഡൂയിങ്. അതാണ് ഏറ്റവും വലുത്. എനിക്ക് അതാണ് ഉണ്ടായിരുന്നത്. ഐ ലവ് വാട്ട് ഐ ആം ഡൂയിങ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഒടുവിലൊരു ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയാം. ഒരു കോൺഫിഡൻസോടെ ഒരു കുതിച്ചുചാട്ടാണ് അത്, റിസ്ക് എടുക്കാനുള്ളത്. അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ബിസിനസ് ചെയ്യണമെങ്കിൽ. നമ്മുടെ പാരമ്പര്യവും പൈതൃകവുമാണ് നാളികേരം. അതിൻ്റെ ഗുണങ്ങൾ ലോകം മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കുക. അതിൻ്റെ ഗുണങ്ങൾ ലോകം മുഴുവൻ അറിയിക്കാനുള്ള ഒരു മാധ്യമമാവുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. അതോടൊപ്പം തന്നെ നമ്മുടെ കേരകർഷകരെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് നാളികേരത്തിൽ വെളിച്ചെണ്ണേനെ മാത്രം ആശ്രയിച്ചാണ് നമ്മളിവിടെ നാളികേരത്തിൻ്റെ വില നിശ്ചയിക്കുന്നത്. അത് മാറിയിട്ട് ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ നാച്ചുറലി നാളികേരത്തിൻ്റെ വില കൂടും, കേരകർഷകർക്ക് നല്ലൊരു വില ലഭിക്കുകയും ചെയ്യും. പിന്നെ ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോഴത്തെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എന്തുണ്ടെങ്കിലും നമ്മളത് കോൺഫിഡൻസോടെ നേരിടണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നോക്കുക. നമ്മൾ ഡിമാൻഡ് അനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. പലപ്പോഴും പതറിപ്പോയേക്കാം, ബട്ട് ഡോണ്ട് ക്വിറ്റ്. നമുക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റാത്തതായിട്ട് നമുക്കൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം.